അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എന്റെ പ്രിയ കൂട്ടുകാരൻ. സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാമുണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു ഏറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആ വസിയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈമാനില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ ആളല്ല എന്നാണ് ഇപ്പോൾ കുരുവട്ടൂർ ഷിയാക്കൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വിശ്വസിക്കുക മാത്രമല്ല, മറ്റുള്ളവരോട് വിശ്വസിക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന ദുഃഖ സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കുരുവട്ടൂരികൾ ഷിയാക്കളുടെ അനന്തരഗാമികളാണ്. ഷിയാക്കളുടെ പ്രധാന ജോലി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടിച്ചു താഴ്ത്തുക എന്ന ലക്ഷ്യമാണ്. ഈ അടുത്ത കാലത്ത് കുരുവട്ടൂരി ഷിയാക്കൾ ശൈഖുന കാന്തപുരം ഉസ്താദിനെയും സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും ശംസുൽ ഉലമയെയും കണ്ണിയത്ത് ഉസ്താദിനെയും പാങ്ങൽ ഉസ്താദിനെയും ആക്ഷേപിക്കുന്നത് കണ്ടിട്ട്, പരിഹസിക്കുന്നത് കണ്ടിട്ട് നാമൊക്കെ ഏറെ വിഷമിച്ചിട്ടുണ്ടായിരുന്നു. ഈ മഹാപണ്ഡിതന്മാരെയൊക്കെ നാം സ്നേഹിക്കാനും ആദരിക്കാനും കാരണം കുരുവട്ടൂരി ഷിയാക്കളെ പോലെ വഹാബികളെ പോലെയുള്ളവർ അവരെ ആക്ഷേപിക്കുമ്പോൾ, അവരുടെ പേരിൽ പച്ചക്കള്ളങ്ങൾ വെച്ചു കെട്ടുമ്പോൾ നാം വിഷമിച്ചത്, അവർക്ക് വേണ്ട മറുപടി നാം കൊടുത്തത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരാവകാശികളാണ്. എന്തൊക്കെയാണോ അവർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ളതാണ് എന്ന ഉറപ്പ് നമുക്കുണ്ടായത് കൊണ്ടാണ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ നാം ആദരിക്കാൻ കാരണം. അവിടുത്തെ ആരെങ്കിലും മോശപ്പെടുത്തിയാൽ നാം പ്രതികരിക്കാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയും അനന്തരാവകാശിയും കൂടിയാണ് എന്ന നിലക്കാണ്. എന്നാൽ കുരുവട്ടൂരി ഷിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ ആക്ഷേപിക്കുകയാണ്, പരിഹസിക്കുകയാണ്, ഇടിച്ചു താഴ്ത്തുകയാണ്. അതുകൊണ്ട് തന്നെ കാന്തപുരം ഉസ്താദിനെയും ജിഫ്രി മുത്തുക്കോയ തങ്ങളെയും പേരോട് ഉസ്താദിനെയും തുടങ്ങിയ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ കുരുവട്ടൂരി ഷിയാക്കൾ അനാദരിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ, അവരുടെ പേരിൽ കളവ് വെച്ച് കെട്ടുമ്പോൾ എനിക്ക് എത്ര വിഷമം ഇപ്പോൾ തോന്നാറില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുന്നവർക്ക്, അനാദരിക്കുന്നവർക്ക്, ഈമാൻ പോലും ഇല്ല എന്ന് പറയുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതിനെ പ്രചരിപ്പിക്കുന്നവരുടെ പേരിൽ പച്ചക്കളവ് വെച്ച് കെട്ടാനാണോ, അവരെ പരിഹസിക്കാനാണോ പ്രയാസമുള്ളത്? കുരുവട്ടൂരി ഷിയാക്കളുടെ നേതാവ് പ്രസംഗിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. വിഷമത്തോടു കൂടിയല്ലാതെ കേൾക്കാൻ കഴിയില്ല. എങ്കിലും കുരുവട്ടൂരി ഷിയാക്കളുടെ തനിനിറം മനസ്സിലാവാൻ വേണ്ടി നമുക്കതൊന്ന് കേട്ടു നോക്കാം. 2 ഹൈന്ദവ സഹോദരന്മാർ നടന്നു പോകുമ്പോൾ അവരെന്ത് ചെയ്തു? മഹാനരായ മടവൂർ ശൈഖുന അവരുകളെ കണ്ടപ്പോൾ മടുക്കുത്തി അയച്ചു. വളരെ ഭവ്യതയോടെ ഭക്തിയോടെ നിന്നു. ശൈഖുന പറയുന്നു, ഹുമാ ഫിൽ ജന്ന, അവർ 2 സ്വർഗത്തിലാണ്. ഇവിടെ സ്വർഗം പണിയുന്നതും സ്വർഗത്തിലേക്ക് ആളെ നയിക്കുന്നതും
ഇതെല്ലാം അള്ളാഹുവിൻ്റെ ആളുകളാണ്, ഔലിയാക്കളാണ്. അത് സമ്മതിച്ചു കൊടുക്കാൻ എന്താ ഇത്ര വലിയ പ്രയാസം? എന്താണ് അവിടെ വലിയൊരു കിബറും ഹസദും ഒക്കെ വരുന്നത്? അവർ അള്ളാഹുവിൻ്റെ ആളുകളാണ്, അത് സമ്മതിച്ചേ പറ്റുകയുള്ളൂ. കേട്ടല്ലോ സഹോദരങ്ങളെ, മഹാനായ CM വലിയുല്ലാഹി അവിടുത്തെ ഒരു കറാമത്താണ് ഇദ്ദേഹം പറയുന്നത്. ശൈഖുന CM വലിയുല്ലാഹി ഹുമാ ഫിൽ ജന്ന എന്ന് 2 ഹൈന്ദവരോട് പറഞ്ഞു അത്രേ. CM വലിയുല്ലാഹിയെ കണ്ടപ്പോൾ മടുക്കുത്തയച്ചിട്ട കാരണം കൊണ്ടാണ് അവർ 2 പേരും സ്വർഗത്തിലാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു, CM വലിയുല്ലാഹി അടക്കമുള്ള അള്ളാഹുവിന്റെ ആളുകളാണ് സ്വർഗം പണിതത് എന്നും ഇദ്ദേഹം പറയുന്നു. അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്ന മറ്റൊരു വാക്ക് കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ചുരുക്കത്തിൽ എല്ലാ കുടുംബങ്ങളെയും വിളിച്ചു, കൂട്ടത്തിൽ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമയെയും വിളിക്കുകയാണ്. യാ ഫാത്തിമ അൻഖിദി നഫ്സകി മിനന്നാർ. മോളെ ഫാത്തിമ, നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ നീ സൂക്ഷിച്ചോളണം. CM വലിയുല്ലാഹി ഹൈന്ദവരായ 2 പേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഹുമാ ഫിൽ ജന്ന, അവർ 2 പേരും സ്വർഗത്തിലാണ്. എന്നാൽ CM വലിയുല്ലാഹിയെ ആ ഉന്നതമായ ദർജയിലെത്തിച്ച അതിന് കാരണക്കാരായ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വന്തം മകൾ ഈമാനുള്ള മകളാണ്. ആ മകൾ ഇസ്ലാമിന് പുറത്തല്ല, ഇസ്ലാമിന് അകത്താണ്. ആ മകളോട് ഉപ്പയായ റസൂലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നരകത്തെ തൊട്ട് നിന്റെ ശരീരത്തെ നീ കാത്തുകൊള്ളണമെന്നാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറയാനുണ്ടായ കാരണമെന്ന് ഇദ്ദേഹം പറയുമ്പോഴാണ് നാം നെഞ്ചത്ത് കൈവച്ചു പോകുന്നത്. നമുക്കത് കൂടി ഒന്ന് കേട്ടു നോക്കാം. ഇത് പറഞ്ഞപ്പം വിവരമില്ലാത്ത ചില ജാഹിലീങ്ങൾ തെറ്റിദ്ധരിച്ചു. ചില മൗലവിമാര് പറഞ്ഞു, കണ്ടില്ലേ, സ്വന്തം അരുമ മകളോട്, സ്വന്തം മകൾ ഫാത്തിമയോട് പോലും പറഞ്ഞത്, എനിക്ക് ശഫായത്ത് ചെയ്യാൻ കഴിയൂല, എനിക്ക് നിന്റെ കാര്യമേറ്റെടുക്കാൻ കഴിയൂല, അതുകൊണ്ട് ഈയും നരകത്തിൽ നിന്ന് നിന്റെ ശരീരത്തെ സൂക്ഷിച്ചോ എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയ അന്തം കമ്മികളാണോ ഇവന്മാരൊക്കെയും? ഇനിയാണ് നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചു കേൾക്കേണ്ടത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസമാകുന്ന ആയുധം നിന്റെ കയ്യിലുണ്ടായിരിക്കണം. ഇതാണ് പറഞ്ഞു വന്നത്. കേട്ടല്ലോ സഹോദരങ്ങളെ, എന്താണ് ഇദ്ദേഹം പറയുന്നത്? ഈമാനാകുന്ന ആയുധം നിന്റെ കയ്യിലുണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ എന്നാണ് ഇതിന്റെ അർത്ഥമെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എത്രത്തോളം നീചമാണ് ഇയാളുടെ ഈ വാക്കുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രത്തോളമാണ് ഈ കുരുവട്ടൂരി ഷിയാക്കൾ ഇടിച്ചു താഴ്ത്തുന്നത്. CM വലിയുല്ലാഹിയെ ഉള്ളത് പറഞ്ഞുകൊണ്ട് ഉയർത്തുന്നതിന് നമുക്ക് വിരോധമില്ല, അതിനു വേണ്ടി തന്നെയാണ് നമ്മളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ CM വലിയുല്ലാഹിയെ ഉയർത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടിച്ചു താഴ്ത്താനും നമ്മൾ അനുവദിക്കുകയില്ല. അത് സമ്മതിച്ചു കൊടുക്കാൻ എന്താ ഇത്ര വലിയ പ്രയാസം? എന്താണ് അവിടെ വലിയൊരു കിബറും ഹസദും ഒക്കെ വരുന്നത്? അവർ അള്ളാഹുവിന്റെ ആളുകളാണ്, അത് സമ്മതിച്ചേ പറ്റുകയുള്ളൂ. ഈ കുരുവട്ടൂരി ഷിയാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൈന്ദവരായ 2 പേരെ, വിശ്വാസമെന്ന ആയുധം കയ്യിലില്ലാത്ത 2 പേരെ സ്വർഗത്തിലാണെന്ന് പറയാൻ, സ്വർഗത്തിലാണെന്ന് 2 പേരെ സ്വർഗത്തിലാണെന്ന് പറയാൻ CM വലിയുല്ലാഹിക്ക് കഴിഞ്ഞു. CM വലിയുല്ലാഹിക്ക് കഴിഞ്ഞത് CM വലിയുല്ലാഹി ഈമാനുള്ള ആളായതുകൊണ്ടാണ്, അള്ളാന്റെ ആളായതുകൊണ്ടാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിന് കഴിയാതെ പോയത് സ്വന്തം മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട്, ഓ ഫാത്തിമ, നീ നിന്റെ ശരീരത്തെ നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ CM വലിയുല്ലാഹിയെ പോലെ അള്ളാഹുവിന്റെ ആളല്ലാത്തത് കൊണ്ടാണ്, ഈമാനില്ലാത്തത് കൊണ്ടാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇത് അംഗീകരിക്കാൻ ഒരു മുസ്ലിമിനും കഴിയില്ല. കഴിയുന്നവർ ഷിയാക്കൾ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരമാവധി ഇടിച്ചു താഴ്ത്തുന്നവരാണ് ഷിയാക്കൾ. ഷിയാക്കളുടെ ഏജന്റുമാരായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്
കുരുവട്ടൂരിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഷിയാക്കൾ എന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ഷിയാക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന്, കുരുവട്ടൂരികളുടെ ഷറിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.